നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാക്കളെ കരിയർമാരാക്കി വിദേശത്തേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘം സജീവം. പണവും ടിക്കറ്റും വിസിറ്റിംഗ് വിസയും നൽകി യുവാക്കളെ വിദേശത്തേക്ക് അയക്കുന്നു. ഇതുവഴി സംഘം നടത്തുന്നത് ലക്ഷങ്ങളുടെ ലഹരിക്കടത്ത്. 60,000 രൂപ വരെ പാരിതോഷികം നൽകുന്ന സംഘത്തിന്റെ വലയിൽ നിരവധി യുവാക്കൾ. മയക്കുമരുന്ന് വിൽപ്പനാ സംഘത്തിലെ ഒരാൾ കൂടി താനൂരിൽ പിടിയിലായി. അബ്ദുറബ്ബ് വികസന നേട്ടമായി കുട്ടിഘോഷിച്ച കൽപ്പുഴ നവീകരണത്തിൽ വ്യാപക അഴിമതിയെന്ന് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അധികൃതർ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും നാട്ടുകാർ. ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നും ആക്ഷേപം. താനൂർ ഹാർബറിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾക്കായി 6.5 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. ലാൻഡ് ഡെവലപ്മെന്റ്, പാർക്കിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ടോയ്ലറ്റ് കോംപ്ലക്സ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കം വിപുലമായ പദ്ധതി. സംസ്ഥാനത്ത് 17,328 പുതിയ കോവിഡ് രോഗികൾ. 24 മണിക്കൂറിനിടെ 1,16,354 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 14.89%. 209 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 24,000 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 1,980 പേർക്ക് രോഗബാധ. DPR 16.73%. 4,951 പേർക്ക് രോഗമുക്തി. പ്രകൃതിയെ മാനിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുമായി ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിന സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുന്നതിനാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ ഒരാൾ കൂടി പിടിയിൽ. പെരുമണ്ണ സ്വദേശി പുത്തൻപുരയിൽ അജീഷിനെയാണ് താനൂർ DSP MY ഷാജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ പല സ്ഥലത്തും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരിമരുന്ന് വിൽപ്പന നടത്തുന്ന 18 പ്രതികളാണ് DSPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കഴിഞ്ഞ ആഴ്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA, തമിഴ്നാട് മദ്യം എന്നിവയുമായി 8 പേരെ പിടികൂടിയിരുന്നു. പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി വെള്ളിയാഴ്ച രാവിലെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജീഷിനെ പിടികൂടിയത്. മുമ്പ് പോലീസ് പിടികൂടിയ ഷബീബ് ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കുന്ന MDMA വൈലത്തൂർ, കോഴിച്ചന, കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്തുന്നവർ ഏറെയും ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ അറസ്റ്റ്. പെരുമണ്ണ മുടിയൻതറയിലുള്ള പ്രതിയുടെ വീട്ടിൽ DVD പ്ലെയറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ലക്ഷങ്ങൾ വില വരുന്ന 60 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. ഇയാളെയും സംഘത്തെയും 2019 വാളയാർ വെച്ച് കാറിൽ 2 കിലോ മയക്കുമരുന്ന് സഹിതം എക്സൈസ് പിടികൂടിയിരുന്നു. ജില്ലയിൽ പല സ്ഥലത്തും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന 18 പ്രതികളെയാണ് DYSPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. DSP MY ഷാജിയെ കൂടാതെ കൽപ്പകഞ്ചേരി SI റിയാസ് രാജ, SI മണികണ്ഠൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K സലേഷ്, ജിനേഷ്, ബിനീഷ്, വിഷ്ണു, സോണി, പ്രകാശൻ എന്നിവരുണ്ടായിരുന്നു. സ്വർണ്ണക്കടത്തിന്റെ പേരിൽ യുവാക്കളെ കരിയർമാരാക്കി വിദേശത്തേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘം സജീവം. പണവും ടിക്കറ്റും വിസയും നൽകി വിദേശത്തേക്ക് പറഞ്ഞയക്കുന്ന യുവാക്കൾ വഴി വൻതോതിലുള്ള ലഹരിക്കടത്താണ് നടക്കുന്നത്. 60,000 രൂപ വരെ പാരിതോഷികം നൽകുന്ന സംഘത്തിന്റെ വലയിൽ ഒട്ടേറെ പേർ അകപ്പെട്ടതായി യുവാക്കളുടെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം കഞ്ചാവ് കടത്തിയുമായി ബന്ധപ്പെട്ട 11 പേരെ താനൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് വിദേശത്തേക്ക് ലഹരി കടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. പണവും വിസിറ്റ് വിസയും ടിക്കറ്റും നൽകി യുവാക്കളെ വലയിലാക്കുന്ന സംഘം ഇവരെ ഉപയോഗിച്ചാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് വിവരം. സ്വർണം കടത്താനെന്ന പേരിലാണ് യുവാക്കളെ കാരിയർമാരായി എടുക്കുന്നത്. ഈ രീതിയിൽ കൊണ്ടുപോകുന്ന ചിലരെ കാരിയർമാരായിട്ട് കൊണ്ടുപോകുന്ന ചിലരൊക്കെ അവിടെ ചെന്നിട്ട് അവിടുത്തെ പോലീസ് പിടിച്ച് ജയിലിൽ വിടുന്നുണ്ട്. ചിലരൊക്കെ കൊണ്ടുപോകുന്ന ഓപ്പറേഷൻ സക്സസ് ആക്കി തിരിച്ചു വരുന്നുണ്ട്. അതെ, വളരെ വൈഡായിട്ടുള്ളൊരു കണ്ണികൾ തന്നെയാണ് ഇവർ. ഇവിടെ കേരളത്തിൽ മാത്രമല്ല വിദേശത്ത് ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ റേഞ്ചുള്ള, വളരെ വൈഡായിട്ട് പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. 2018 മുതൽ ഇവർ ഇതിൻ്റെ ഈ മേഖലയിലുണ്ട്. വൻതോതിൽ ലഹരിയാണ് വിദേശത്തേക്ക് ഇതിന്റെ മറവിൽ കടത്തുന്നത്. ഒട്ടേറെ യുവാക്കൾ ഇതിനകം സംഘത്തിന്റെ വലയിലായതായി യുവാക്കൾ വെളിപ്പെടുത്തി. കേരളത്തിൽ നിന്ന് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് സംഘം ഇടപാടുകൾ നിയന്ത്രിക്കുന്നത്. 2018 മുതൽ പ്രവർത്തിച്ചു വരുന്ന സംഘത്തിലെ പ്രധാന കണ്ണികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വലിയ രീതിയിലുള്ള പ്രതിഫലവും യുവാക്കൾക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി പിടിക്കപ്പെട്ട 18ഓളം യുവാക്കൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. വൈകാതെ തന്നെ സംഘം പിടിയിലാകുമെന്നാണ് കണക്കുകൂട്ടൽ. അബ്ദുറബ്ബ് വികസന നേട്ടമായി കുട്ടിഘോഷിച്ച കൽപ്പുഴ നവീകരണത്തിന്റെ പേരിൽ നടന്നത് തീവെട്ടിക്കൊള്ള. ലക്ഷങ്ങളുടെ അഴിമതി നടന്നത് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അധികൃതർ ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന്. ഉന്നത രാഷ്ട്രീയ ഇടപെടൽ മൂലമാണ് നടപടിയില്ലാത്തതെന്നും ആക്ഷേപമുണ്ട്. 2014 അലങ്കാര മത്സ്യകൃഷി അടക്കം ലക്ഷ്യം വെച്ച ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയത്.
അലങ്കാര മത്സ്യങ്ങളുടെ ഉൽപ്പാദനം വിപണനം അടക്കം ലക്ഷ്യം വെച്ചാണ് പരപ്പനങ്ങാടി ഉള്ളണം കൽപ്പുഴയിൽ 2014 ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയത്. 7.5 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച പദ്ധതിയിൽ പക്ഷേ വ്യാപക ക്രമക്കേടുകൾ നടന്നെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുക, മത്സ്യക്കുഞ്ഞുങ്ങളെ വിളയിച്ചെടുക്കുക, കുഞ്ഞുങ്ങളെ കുളങ്ങളിലേക്ക് മാറ്റി പരിപാലിക്കൽ, വിൽപ്പന കേന്ദ്രങ്ങളടക്കമുള്ള 7.5 കോടിയുടെ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരുന്നു. 92 ലക്ഷം രൂപ വകയിരുത്തിയ മണ്ണെടുപ്പിലാണ് ഏറ്റവും അധികം ക്രമക്കേട് നടന്നിട്ടുള്ളത്. 14,000-ലധികം ലോഡ് മണ്ണ് നീക്കം ചെയ്യേണ്ടിടത്ത് ആകെ എടുത്തത് 500 ലോഡ് മണ്ണും ചെളിയുമാണ്. മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തെന്ന് എഴുതി കാണിച്ച് പണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായതെന്ന് പരാതിക്കാർ പറയുന്നു. പുഴയിൽ നിന്ന് മത്സ്യവളർത്തു കേന്ദ്രത്തിലേക്ക് മാലിന്യം എത്താതിരിക്കാൻ വലിയ ഇരുമ്പ് പൈപ്പുകളും നെറ്റുകളും സ്ഥാപിച്ചെന്നാണ് പറയുന്നതെങ്കിലും ഉപയോഗിച്ചതാകട്ടെ പ്രദേശത്തു നിന്നും മുറിച്ചു മാറ്റിയ തെങ്ങിൻ കഷ്ണങ്ങളാണെന്നും കണ്ടെത്തി. ഫണ്ട് തട്ടിപ്പ് നടത്താൻ വേണ്ടി മാത്രമാണ് പദ്ധതി കൊണ്ടുവന്നതെന്നാണ് പരാതിക്കാർ പറയുന്നത്. കൽപ്പുഴയിൽ നിന്നും 37,139 m³ മണ്ണായിരുന്നു നീക്കം ചെയ്യാണ്ടായിരുന്നു. അതിൽ 500 m³ മണ്ണ് പോലും നീക്കം ചെയ്യാതെ വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറമെ ആ മണ്ണ് വാരിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ലേലം ചെയ്യുകയാണ് ഉദ്യോഗസ്ഥരടക്കം ചെയ്തിട്ടുള്ളത്. പിന്നെ പുഴ എടുത്തത് തന്നെ ഫെൻസിങ് ചെയ്യാനും കമ്പിയും നെറ്റും ഉപയോഗിക്കുന്നതിന് പകരം അടുത്ത വീട്ടിൽ നിന്നുള്ള കഴുങ്ങും തെങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. അത് 1 വർഷം തികച്ചു നിന്നിട്ടില്ല. തിരൂരങ്ങാടി മുൻ MLA PK അബ്ദുറബിന്റെ സ്വപ്ന പദ്ധതി എന്ന് കെട്ടിഘോഷിച്ച പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തിയെന്ന് തെളിഞ്ഞതോടെ അതും നിറമങ്ങി. അബ്ദുറബിന്റെ വികസന നേട്ടങ്ങളിലും പദ്ധതി ഇടം പിടിച്ചിരുന്നു. ഇല്ലാത്ത നിർമ്മാണ പ്രവൃത്തിയുടെ പേരിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയതായ പരാതിയും കേസുമായതോടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. കേസ് സജീവമായതോടെ പരാതിക്കാരനായ VC ജയ്സലിനെ സ്വാധീനിക്കാനും ശ്രമമുണ്ടായി. 5 ലക്ഷം രൂപയാണ് ഇയാൾക്ക് വാഗ്ദാനം ചെയ്തത്. ഈ അഴിമതി നടന്നു എന്നുള്ളത് ആണ് എന്നും അവർക്ക് ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ ലോക്കാവും എന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർ വീട്ടിൽ വന്നിരുന്നു. സ്വാധീനം ഉപയോഗപ്പെടുത്താനുള്ള എല്ലാവിധ ഓഫറുകളൊക്കെ തന്നിട്ട് പോലും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ആ ഭക്ഷണം നമ്മൾ ഇന്നുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതോടെ കൽപ്പുഴ നവീകരണം വീണ്ടും ചർച്ചയാവുകയാണ്. 6 മാസം മുന്നേ വിജിലൻസ് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി വൈകിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രാഷ്ട്രീയ മാഫിയകളെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും നാട്ടുകാർ സംശയിക്കുന്നു. കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളമായും നിരവധി പേരുടെ ആശ്രയമായ കൽപ്പുഴ നശിക്കാതിരിക്കാൻ സാധിക്കുന്ന രീതിയിലെല്ലാം ഉള്ളണത്തുകാർ പൊരുതുന്നുണ്ട്. ഈ കൽപ്പുഴ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടന്ന വമ്പൻ ഒരു അഴിമതിയാണ് കൽപ്പുഴ അഴിമതി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രാദേശിക നേതാക്കന്മാരെയും അതേപോലെ തന്നെ അത് കരാറെടുത്ത അതിൻ്റെ കരാറുകാരനെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥ മേധാവികളെയും എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താനൂർ ഹാർബറിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾക്കായി 6.5 കോടി രൂപ അനുവദിച്ചു. മന്ത്രി V അബ്ദുറഹ്മാനാണ് ഇക്കാര്യം അറിയിച്ചത്. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായതായും മന്ത്രി അറിയിച്ചു. ലാൻഡ് ഡെവലപ്മെന്റ്, പാർക്കിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ടോയ്ലറ്റ് കോംപ്ലക്സ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയവയാണ് 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൻഡ് ഡെവലപ്മെന്റ്, പാർക്കിംഗ് ഏരിയ, ഗേറ്റ് ഹൗസ്, കിണറും കുടിവെള്ള വിതരണവും, ക്യാൻറ്റീൻ കെട്ടിടം, വല നെയ്ത്ത് കേന്ദ്രം, വർക്ക്ഷോപ്പ്, ഗിയർ ഷെഡ് കട, ലോഡിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയവയാണ് 2ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6.5 കോടിയുടെ പദ്ധതി നബാർഡ് സഹായത്തോടെ നടപ്പാക്കും. വാഴക്കത്തെരുവിൽ നിന്നുള്ള റോഡ് ഹാർബറിലേക്ക് നീട്ടും. ഹാർബറിനുള്ളിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ റോഡ് യാഥാർത്ഥ്യമാകും. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കൈവശമുള്ള ഒട്ടുംപുറത്ത് സൂക്ഷിച്ചിട്ടുള്ള മണ്ണ് ഉപയോഗിച്ച് ഹാർബറിൽ നികത്താനുള്ള സ്ഥലം നികത്തും. 2ാം ഘട്ട പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ ഹാർബർ അനുബന്ധ സൗകര്യങ്ങൾ പൂർണ്ണമാകും. ഹാർബർ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവൃത്തി അതിവേഗം പൂർത്തീകരിക്കാനാകുമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. 1ാം ഘട്ടം പൂർത്തീകരിച്ച് ഫെബ്രുവരി 22-ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു താനൂർ ഹാർബർ നാടിന് സമർപ്പിച്ചത്. പ്രാണവായുവിന്റെ ഉറവിടത്തെ ചേർത്തുപിടിച്ച് റിയക്കോ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സുന്ദർലാൽ ബഹുഗുണ നഗറിൽ ചരിത്രപ്രസിദ്ധമായ ചങ്ങമ്പള്ളി കളരിയിലെ ഔഷധ മരങ്ങളെ ചേർത്തുപിടിച്ച സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ഇനിയുള്ള പ്രകൃതി സംരക്ഷണത്തിന്റെ കാതലായ മുദ്രയായി രാജ്യത്തിന് പകരാൻ വരും തലമുറ തയ്യാറാകും. പരിസ്ഥിതി സംഘടനയായ റിയക്കോയുടെയും മാമാങ്കം സ്മാരക ട്രസ്റ്റിന്റെയും തിരുനാവായ AMLP സ്കൂളും ചേർന്നാണ് സുന്ദർലാൽ ബഹുഗുണ നഗറിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കരുതൽ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ ചങ്ങമ്പള്ളി കളരിയിൽ ഔഷധ മരങ്ങളെ ചേർത്തുപിടിച്ച് സംരക്ഷണ പ്രതിജ്ഞ എടുത്തത്. കോഴിക്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റഹീസ് തറമൽ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ശുചീകരണ ഭാരത്തോടൊപ്പം പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ബോധവും നമ്മളിൽ ഉണ്ടാവട്ടെ. നമ്മൾ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്
ഈ പ്രകൃതി സംരക്ഷണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട്. ഞാനും പരിസ്ഥിതി അധിഷ്ഠിതമാണ്, അല്ലെങ്കിൽ ഞാൻ പ്രകൃതിക്ക് പുറത്തല്ല എന്നൊരു ബോധ്യം. മനുഷ്യൻ ഏറെ ശ്രേഷ്ഠമായ മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയവനാണ് ഈ ബാധ്യത എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു വർഷമാണ് ഈ വർഷം. അതുകൊണ്ട് സുന്ദർലാൽ ബഹുഗുണ നൽകിയ ആ മഹത്തായ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ രാജ്യത്തിനും ലോകത്തിനും ഒരു പുതിയ ഉദ്ദീപനമായി മാറട്ടെ. ഗ്രാമപഞ്ചായത്ത് അംഗം ഹാരിസ് പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി സംഘം ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം സുന്ദർലാൽ ബഹുഗുണാനുസ്മരണവും റിയക്കോ പ്രസിഡന്റ് സി കിളർ പദ്ധതി വിശദീകരണവും നടത്തി. സെക്രട്ടറി സതീശൻ കളിച്ചാത്ത, നിള പാർക്ക് മാനേജർ മോനിറ്റി പോലിശ്ശേരി, ബീറ്റ് ഫോറസ്റ്റ് വാച്ചർ കെ അയ്യപ്പൻ, MP ഗീത, ചങ്കമ്പള്ളി മുസ്തഫ ഗുരുക്കൾ, ചെറുക്കൽ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്കമ്പള്ളി കളരി ശുചീകരണത്തിനും മഴക്കുഴി നിർമ്മാണത്തിനും EP സലീം, വാഹിദ് പല്ലാർ, ഷെരീഫ് പട്ടണറക്കാവ്, വിഷ്ണു ആനക്കര എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം തിരുനാവായ മൃഗാശുപത്രിയും പരിസരവും റിയക്കോ പ്രവർത്തകർ ശുചീകരിച്ചിരുന്നു. റോഡിലേക്ക് ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ മരത്തിന്റെ ചില്ലുകൾ ഉടൻ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. തിരുച്ചമ്പ്രോട്ടം റോഡിൽ തെക്കുമുറി ഭാഗത്താണ് മരം അപകട ഭീഷണിയാകുന്നത്. തിരുപ്പൊന്നാനി PWD റോഡിലെ തെക്കുമുറി ഭാഗത്ത് ഉണങ്ങിയ മരം ഭീഷണിയാകുന്നു. തൊട്ടടുത്ത താമസക്കാർക്കും അരികിലൂടെ കടന്നുപോകുന്ന 110 kV ഇലക്ട്രിക് ലൈനും ഈ മരം ഭീഷണിയായി തുടരുകയാണ്. ഇതിനാൽ മരം എത്രയും വേഗം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ആ ഉണങ്ങി നിൽക്കുന്ന വൃക്ഷം റോഡിനും അതുപോലെ കാൽനടക്കാർ യാത്രക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്, ഭീഷണിയാണത്. അത് ഉടൻ മുറിച്ചു മാറ്റില്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കും. അതുകൊണ്ട് ഇതൊരു അപകട സൂചനയാണ് ഞങ്ങൾ നൽകുന്നത്. ഓക്കെ, ഈ തെക്കുമുറി റോഡിലുള്ള ഈ മരം ഉണങ്ങിയതുകൊണ്ട് ജനങ്ങൾക്ക് ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ആ മരം എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാൻ PWD അധികാരികളെ അതിൻ്റെ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രദേശത്തെ വാർഡ് കൗൺസിലർ നന്ദൻ മാസ്റ്റർ, CPM ബ്രാഞ്ച് സെക്രട്ടറി V ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായ സമിതി നേതാക്കളായ VK നിസാം, അസൻ ചക്കങ്കൽ തുടങ്ങിയവർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. PWD റോഡ് ചേർന്ന് തിരൂർ ചമ്രോട്ടം റോഡിൽ ഒരു മരത്തിൻ്റെ ശാഖകൾ ഉണങ്ങി വളരെ പെട്ടെന്ന് നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. അധികാരികൾക്ക് പലതവണ പരാതി കൊടുത്തിട്ടും ഇതുവരെ ശാശ്വത പരിഹാരം കാണപ്പെട്ടില്ല. ഈ തിരൂർ ചമ്രോട്ടം റോഡിൽ മരം ഉണങ്ങി നിൽക്കുന്ന അവസ്ഥ ഇത് 11 kV ലൈനിൻ്റെ മേലിലേക്കും അതേപോലെ തന്നെ റോഡിലേക്കും ഗതാഗതങ്ങളും പിന്നെ ആളുകൾ നടന്നു പോകുന്നത് സുരക്ഷിതത്വം ഇല്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ട്. 500ഓളം നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകളുമായി ക്ലാരിയിലെ സൗഹൃദ കൂട്ടായ്മ. പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലെ 3 വാർഡുകളിലെ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത്. പച്ചക്കറി, ഉണക്കമീൻ, അവിൽ, കപ്പ എന്നിവയടങ്ങിയ ഭക്ഷണ കിറ്റുകളാണ് നൽകിയത്. മഹാമാരിക്കാലത്ത് ജോലിയും വരുമാനവുമില്ലാതെ ദുരിതത്തിലായ നിർധന കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുകയാണ് പെരുമണ്ണ ക്ലാരിയിലെ സൗഹൃദ കൂട്ടായ്മ. പെരുമണ്ണ ക്ലാരി കഞ്ഞിക്കുഴിങ്ങലയിലെ സൗഹൃദ കൂട്ടായ്മയാണ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. 500ഓളം നിർധന കുടുംബങ്ങൾക്ക് കിറ്റുകൾ എത്തിച്ചു നൽകി. പെരുമണ്ണ പഞ്ചായത്തിലെ 5, 12, 13 വാർഡുകളിലെ പ്രയാസം അനുഭവിക്കുന്ന 500ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. കിറ്റ് വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ നിർവഹിച്ചു. പെരുമണ്ണക്കാരി പഞ്ചായത്തിലെ ക്ലാരി കഞ്ഞിക്കുഴിങ്ങര സൗഹൃദ കൂട്ടായ്മ ഇന്ന് മഹത്തായ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ കോവിഡ് മൂലം പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ് അവർ നിർവഹിക്കാൻ പോകുന്നത്. ഈ പ്രദേശത്തുള്ള 5, 12, 13 വാർഡുകളിലെ അർഹതപ്പെട്ട 500 കുടുംബങ്ങൾക്ക് ഇന്ന് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുകയാണ്. പച്ചക്കറികളും ഉണക്കമീനും അവിലും കപ്പയും അടങ്ങുന്നതാണ് ഭക്ഷണ കിറ്റുകൾ. കോവിഡ് 1ാം തരംഗം വ്യാപകമായ ഘട്ടത്തിലും ഭക്ഷണ കിറ്റുകളുമായി സൗഹൃദ കൂട്ടായ്മ നാടിനു കൈത്താങ്ങായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ നജ്മ, സെയ്ദു, മുസ്തഫ കളത്തിങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിർ P, സൈക്കെ ലത്തീഫ്, സൗഹൃദ കൂട്ടായ്മ ഭാരവാഹികളായ ജസീം AC, ശശിലാൽ, ജംഷീർ, ഷരീഫ് വടക്കൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ മാറ്റമില്ലാതെ തുടരുന്നു. 17,328 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,16,354 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.89%. 209 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 9,719. 24,003 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം ആശ്വാസകരമായ നിലയിലേക്ക് എത്തുന്നുണ്ട്. ശനിയാഴ്ച രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായെങ്കിലും TPR കുറയുന്നത് ആശ്വാസകരമാകുന്നുണ്ട്. 17,328 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 2,468 പേർക്ക് തിരുവനന്തപുരത്ത് രോഗബാധയുണ്ടായി. മലപ്പുറത്ത് 1,980 പേർക്കും, പാലക്കാട് 1,899, കൊല്ലം 1,787, എറണാകുളം 1,769, തൃശൂർ 1,582, കോഴിക്കോട് 1,497,
ആലപ്പുഴ 1212, കോട്ടയം 822, കണ്ണൂർ 684, കാസർഗോഡ് 520, പത്തനംതിട്ട 472, ഇടുക്കി 395, വയനാട് 241 എന്നിങ്ങനെയാണ് ജില്ലകളിലെ പ്രതിദിന രോഗബാധിതരുടെ കണക്ക്. 1,16,354 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.89%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ശനിയാഴ്ച മരണനിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. 209 പേരാണ് മരണത്തിനു കീഴടങ്ങിയത്. ഇതോടെ ആകെ മരണസംഖ്യ 9,719 രോഗബാധിതരിൽ ഭൂരിഭാഗവും സമ്പർക്ക രോഗികളാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 16,140 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 1,007 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 112 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 69 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗമുക്തരാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശ്വാസമേകുന്നുണ്ട്. 24,003 പേരാണ് 24 മണിക്കൂറിനിടെ രോഗമുക്തരായി ആശുപത്രി വിട്ടത്. ഇതോടെ 1,67,638 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 24,40,642 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 6,69,815 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 6,34,890 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിൽ കഴിയുന്നു. 34,925 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,649 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും രൂപപ്പെട്ടിട്ടില്ല. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ആകെ 870 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. മലപ്പുറം ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 1980 പേർക്കാണ് വൈറസ് ബാധയുണ്ടായത്. സമ്പർക്കത്തിലൂടെ 1904 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.73%. 4,951 പേരാണ് രോഗമുക്തരായത്. ഇതുവരെ 862 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. ജില്ലയിൽ ശനിയാഴ്ച 1980 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെക്കിനെ അറിയിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വർദ്ധിച്ച് 16.73%-ലെത്തിയതായും അവർ പറഞ്ഞു. 1904 പേർക്ക് നേരിട്ട സമ്പർക്കത്തിലെയും 30 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ 25 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 21 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലയിൽ 4,951 പേരാണ് ഇന്ന് രോഗമുക്തരായത്. 57,949 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 33,614 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 989 പേരും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 295 പേരും 101 പേർ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലെ പ്രത്യേക കോവിഡ് ഗൃഹവാസ പരിചരണ കേന്ദ്രങ്ങളിൽ 1,175 പേരും ശേഷിക്കുന്നവർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുമായി പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നേരിയ തോതിലെങ്കിലും വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങുന്നവർ മതിയായ കാരണം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കയ്യിൽ കരുതേണ്ടതും ആവശ്യപ്പെടുന്ന സമയത്ത് ബന്ധപ്പെട്ടവരെ കാണിക്കേണ്ടതുമാണ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. കോവിഡ് വ്യാപന തോത് കുറയാത്ത സാഹചര്യത്തിലാണ് നടപടി. സംസ്ഥാനത്ത് പ്രതിദിന രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും രോഗവ്യാപന തോത് കുറയാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. ശനിയാഴ്ച രാത്രി മുതൽ ഈ മാസം 9-ാം തീയതി ബുധനാഴ്ച വരെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ സർക്കാർ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളതും 9-ാം തീയതി വരെയാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം ലോക്ക്ഡൌൺ നീട്ടണോ നിയന്ത്രണങ്ങൾ തുടരണമോ എന്ന കാര്യത്തിൽ അവലോകന യോഗം ചേർന്ന ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള കഴിഞ്ഞയാഴ്ചത്തെ ഉത്തരവിൽ ചില വിഭാഗങ്ങൾക്ക് കൂടി ഇളവ് അനുവദിച്ചിരുന്നു. ഇളവുകളുടെ ഭാഗമായി പ്രവർത്തനാനുമതി നൽകിയ അവശ്യ വിഭാഗങ്ങൾ ഒഴികെയുള്ള വിപണന സ്ഥാപനങ്ങൾ ശനിയാഴ്ച മുതൽ ഈ മാസം 9 വരെ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, മെഡിക്കൽ സ്റ്റോറുകൾ, വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളും മറ്റും വിൽക്കുന്ന സ്ഥാപനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവ മാത്രമേ പ്രവർത്തിക്കാവൂ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു വേണം ഇവ പ്രവർത്തിക്കേണ്ടത്. സർക്കാർ അനുവദിച്ച സമയക്രമവും പാലിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അത്യാവശ്യ മെഡിക്കൽ സേവനങ്ങൾക്കും അവശ്യ സർവീസ് വിഭാഗങ്ങൾക്കും സർക്കാർ നിർദ്ദേശിച്ച മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും മാത്രമാണ് യാത്ര അനുവദിക്കുന്നത്. നിലവിൽ പാസ് അനുവദിച്ചിരിക്കുന്നവരിൽ ഒഴിവാക്കാൻ കഴിയാത്ത മെഡിക്കൽ സേവനങ്ങൾ പോലുള്ള ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യാം. അനാവശ്യ യാത്ര നടത്തുന്നവർക്കെതിരെയും യാത്രാ പാസുകൾ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കും. സർക്കാർ അനുവദിച്ച അവശ്യ സർവീസ് വിഭാഗങ്ങളിലുള്ളവർ ജോലിസ്ഥലത്തേക്കും തിരികെയും നിശ്ചിത സമയങ്ങളിൽ മാത്രം യാത്ര ചെയ്യുക. ഇവർ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡും മേലധികാരിയുടെ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതിയെ മാനിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുമായി ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം.
പരിസ്ഥിതിയെയും പ്രകൃതിയെയും മറന്നുകൊണ്ടുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ വില നൽകിക്കൊണ്ടുള്ള ഒരു കാലത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. മനുഷ്യനുമേൽ പ്രകൃതി താണ്ഡവമാകുന്ന ഈ കാലഘട്ടത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെ അവബോധം മനുഷ്യരിൽ സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന തിരിച്ചറിവിലാണ് ഓരോ പരിസ്ഥിതി ദിനവും കടന്നു പോകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂൺ 5. പ്രകൃതിയെ നിസ്സാരമായി കാണരുതെന്നും അതിന്റെ മൂല്യങ്ങളെ മാനിക്കണമെന്നും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. പുനഃസംഘടിപ്പിക്കുക, പുനർനിർമ്മിക്കുക, പുനഃസ്ഥാപിക്കുക എന്നതാണ് 2021 പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യം. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാനുള്ള പതിറ്റാണ്ടിന്റെ തുടക്കമായാണ് ഈ പരിസ്ഥിതി ദിനത്തെ ഐക്യരാഷ്ട്രസഭ പരിഗണിക്കുന്നത്. ഈ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. 1974 മുതലാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തലും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യലുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലോറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് അന്തരീക്ഷത്തിൽ കൂടി വരുന്നു. ഇവ ഓസോൺ പാളികളുടെ തകർച്ചയ്ക്കു കാരണമാകുകയും തന്മൂലം ആഗോളതാപനം ഉണ്ടാവുകയും ചെയ്യും. മരങ്ങളും കാടുകളും സംരക്ഷിക്കുക, വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ ശ്രമിക്കുക, അതിലൂടെ ആഗോള പാരിസ്ഥിതിക സന്തുലനവും കാലാവസ്ഥ സുസ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക വഴി ഓസോൺ വിള്ളലിനു കാരണമാകുകയും ആഗോളതാപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഗ്രീൻ ഹൗസ് വാതകങ്ങൾ പരമാവധി കുറയ്ക്കാനുള്ള ശേഷി കൈവരിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ സാമൂഹിക വനവൽക്കരണ പദ്ധതിക്ക് തുടക്കമായി. പരിസ്ഥിതി ദിനത്തിൽ ഇമ്പിച്ചി ബാബ സഹകരണ ആശുപത്രിയിൽ KT ജലീൽ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ജീവനക്കാരുടെ വാക്സിൻ ചലഞ്ചിലേക്കുള്ള വിഹിതം ചടങ്ങിൽ MLAക്ക് കൈമാറി. നാളേക്കു വേണ്ടി നമുക്കൊരു തൈ നടാം എന്ന മുദ്രാവാക്യവുമായാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നട്ടത്. പരിപാടി ഡോക്ടർ KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഓക്സിജൻ ഇല്ലെങ്കിൽ, ശ്വസിക്കാൻ വായു കിട്ടിയില്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളിൽ പലരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് യഥേഷ്ടം വായു കിട്ടണമെങ്കിൽ, ഓക്സിജൻ ലഭിക്കണമെങ്കിൽ വ്യാപകമായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ലോകത്താകമാനം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ അതിജയിക്കാൻ ഒരു നല്ല പ്രായോഗിക പോംവഴി എന്നുള്ള നിലയിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV ശിവദാസൻ ബാബു, പഞ്ചായത്ത് സെക്രട്ടറി C അബ്ദുൾ സലീം, കൃഷി ഓഫീസർ അർജുൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് എന്നിവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണം എന്ന ലക്ഷ്യവുമായാണ് വളാഞ്ചേരി നഗരസഭയിലും വൃക്ഷത്തൈകൾ നടുന്നത്. കാവുംപുറം സബ് സെന്ററിലാണ് വൃക്ഷത്തൈ നട്ടത്. നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് മുനിസിപ്പൽ തല ഉദ്ഘാടനം നിർവഹിച്ചു. വളാഞ്ചേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് C അബ്ദുൾ നാസർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം, വെസ്റ്റേൺ പ്രഭാകരൻ, ദാവൂദ് മാസ്റ്റർ, യു ഷിഹാബ്, RRT അംഗങ്ങളായ MP ഹാരിസ്, ഉസ്മാൻ അദീദ്, M ഷംസുദ്ദീൻ, OK മുജീബ്, ഫൈസൽ A, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു. തിരൂർ നഗരസഭ ക്ലീൻ ഗ്രീൻ ക്യാമ്പയിന് തുടക്കമായി. വൃക്ഷത്തൈ നട്ട് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭയിൽ ക്ലീൻ ഗ്രീൻ ക്യാമ്പയിൻ ചെടികൾ നട്ട് ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനം ഇതോടനുബന്ധിച്ച് തിരൂർ നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളും മാലിന്യമുക്തമാക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ വാർഡുകളിലേക്കും വൃക്ഷത്തൈകൾ നൽകുകയും റെസിഡൻസ് അസോസിയേഷനുകൾക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും ചെടികളും തൈകളും നൽകി നമ്മുടെ നാട്ടിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് നഗരസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. പൗരസമൂഹം ഒറ്റക്കെട്ടായി ആ പദ്ധതി വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നിട്ടിരിക്കുന്നത്. തിരൂർ നഗരസഭ ഈ വലിയ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന മനുഷ്യരുടെയും നാളേക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പുറത്തൊക്കെ മുന്നിലാണ് തിരൂർ നഗരസഭ എന്നുള്ളതാണ് ഇന്നുവരെ നാം കാണേണ്ടതായിട്ടുള്ള കാര്യം. നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ 1500 ചെടികളുടെ വിതരണവും നടന്നു. 5-6 തീയതികൾ സന്നദ്ധ യുവജന സംഘടനകളുടെയും കുടുംബശ്രീ റെസിഡൻസ് അസോസിയേഷനുകളുടെ സഹായത്തോടെയാണ് മാസ് ക്ലീനിംഗ് നടക്കും. 6 നഗരസഭയിൽ വീടുകളുടെയും പരിസരത്തും ക്ലീനിംഗ് നടക്കും. ഉദ്ഘാടന പരിപാടിയിൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ
കെ സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സജ്ന, സി സുബൈദ, കൗൺസിലർ അനിത കലേരി, PK തങ്ങൾ, മനോജ് ജോസ്, യാസിർ പയ്യോളി, കെ അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം വെൽഫെയർ പാർട്ടി താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പുകൾക്ക് മുമ്പിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടി താനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പമ്പുകൾക്ക് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. നിൽപ്പ് സമരം വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ കോളാടി, മണ്ഡലം സെക്രട്ടറി PT മുഹമ്മദ് റഫീഖ്, ഡോക്ടർ ജവഹർലാൽ, P ഷംസുദ്ദീൻ, VP മുഹമ്മദ് അലി, ജാഫർ പീടിക, ജലീൽ പൊന്മുണ്ടം, CK കുഞ്ഞു മുഹമ്മദ്, C നിസാർ, C ജലീൽ, PN ഷുക്കൂർ മാസ്റ്റർ, M ആബിദ്, M നജീബ്, സാദിഖ്, സിദ്ദീഖ് അലിക്കൽ, K അബ്ദുൽ അസീസ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകി. തൃപ്രങ്ങോട് BRCയിലെ വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴി പ്രവേശനോത്സവം വർണ്ണാഭമാക്കി. തൃപ്രങ്ങോട് BRCയിലെ വിദ്യാർത്ഥികൾ ഓൺലൈൻ വഴി പ്രവേശനോത്സവം വർണ്ണാഭമാക്കി. പുത്തൻ ഉടുപ്പുകളിട്ടും മധുരപലഹാരങ്ങൾ പങ്കുവച്ചും പാട്ടുപാടിയുമൊക്കെ ഓൺലൈൻ ഉത്സവം കുട്ടികൾ വീട്ടിലിരുന്ന് ആഘോഷിച്ചു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ വർഷത്തെ പ്രവേശനോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിഗംഭീരമായി നടത്തേണ്ട പ്രവേശനോത്സവമാണ്. ഈ മഹാമാരി വന്നതിന് ശേഷം നമ്മൾ ഓൺലൈനിലൂടെയാണ് നടത്തുന്നത്. നമ്മളെ കുട്ടികളുടെ പുരോഗമനത്തിന് നമ്മുടെ സർക്കാർ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിൽ വന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ രക്ഷിതാക്കൾ വീടുകളിൽ നിന്നും അവരെ പ്രോത്സാഹിപ്പിച്ച് ചെയ്യിക്കണം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഷാജഹാൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ കുട്ടികൾക്ക് സന്ദേശം നൽകി. നമ്മുടെ പിഞ്ചു കുട്ടികളായ നമ്മളെല്ലാം കൂട്ടിപ്പിടിക്കേണ്ട, ചേർത്ത് പിടിക്കേണ്ട BRCയിലെ വിദ്യാർത്ഥികളെ, നമ്മളെ BRCയിലും ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. നിങ്ങൾ ഈ പ്രതിസന്ധിയിലും സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട നമ്മുടെ പിഞ്ചു BRC കൂട്ടുകാരെ, നിങ്ങളും ഞങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷ, CDS പ്രസിഡന്റ് സ്മിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല, BRC വർക്കർമാരായ സൗമ്യ, ഷബിന നജ്മുദ്ദീൻ, ആയിഷ, PTA പ്രതിനിധി വിലാസിനി, ICD സൂപ്പർവൈസർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിയുള്ള അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ തിരൂർ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. അനധികൃത നിർമ്മാണങ്ങളും മാലിന്യങ്ങളും എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. തിരൂരിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന തോടുകളും തണ്ണീർത്തടങ്ങളും നികത്തിയുള്ള അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ തിരൂർ പരിസ്ഥിതി സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ 38-ാം വാർഡിലേക്കുള്ള പ്രധാന റോഡായ നാഷണൽ ബാവ ഹജ്ജ് റോഡിൽ അനധികൃതമായി നടത്തിയ കയ്യേറ്റത്തിന്റെ ഭാഗമായി റോഡുകളിലും സമീപ പ്രദേശത്തെ വീടുകളിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിവിശേഷമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഈ കണ്ടപ്പോൾ വെള്ളക്കെട്ടിന്റെ ഒക്കെ പ്രശ്നത്തിന് മെയിനായിട്ടുള്ള കാരണം ഈ ഭാഗത്തു കൂടി സ്വാഭാവികമായി ഒഴുകിക്കൊണ്ടിരുന്ന 2 മീറ്റർ വീതിയിൽ ഒഴുകിക്കൊണ്ടിരുന്ന തോട് ഈ രീതിയിൽ മണ്ണിട്ട് നികത്തിയതാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും വെള്ളക്കെട്ടും കാര്യങ്ങളും വീടുകളിലേക്കും വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ അനധികൃതമായ ഇത്തരം പ്രവൃത്തികൾ നീക്കം ചെയ്ത് ഇതിൻ്റെ സ്വാഭാവികത, പ്രകൃതിയുടെ സ്വാഭാവികത നിലനിർത്തി അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ കൂട്ടായ്മയുടെ ആവശ്യം. തോടുകളിലും തണ്ണീർത്തടങ്ങളിലും നിക്ഷേപിച്ച മണ്ണുകളും അനധികൃത നിർമ്മാണങ്ങളും മാലിന്യങ്ങളും എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 2 മീറ്റർ വരെ ഉണ്ടായിരുന്ന തോട്, നമ്മളെ നാട്ടിൽ 2 മീറ്റർ വീതിയിൽ ഒതുങ്ങിക്കൊണ്ടിരുന്ന തോട് കയ്യേറി മണ്ണിട്ട് നികത്തി ഒരു അനധികൃത കടകളും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ഇന്ന് ഈ വെള്ളക്കെട്ടിൽ ഒരു മഴ പെയ്തിട്ടുള്ളൂ, ഒരു ദിവസത്തെ മഴയ്ക്ക് തന്നെ ഇങ്ങനത്തെ അവസ്ഥകളാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നീക്കം ചെയ്യണം. അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്ത് വെള്ളത്തിൻ്റെ സ്വാഭാവികമായ പരിസ്ഥിതി നിലനിർത്തിക്കൊണ്ട് അതിനെ ഒഴുക്ക് തടസ്സപ്പെടുത്താതെ നീക്കം ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ്. നിൽപ്പ് സമരത്തിൽ അരുൺ ചബ്ര, ബിജു അമ്പായത്തിൽ, മുബാറക് കൊടപ്പനക്കൽ, കൗൺസിലർ VP ഹാരിസ്, C അബ്ദുൽ ഖാദർ, ഷിയാബ് തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. അവിടെ ഒരു ബഹുമാനം വരാതെ ഈ വെള്ളം ഒരിക്കലും ഒഴിഞ്ഞു പോകില്ല.
ഇവിടെ ഈ മനുഷ്യന് സുഖം ഇല്ലാതായതിനു ശേഷമാണ് ഇത്ര. കാരണം മറ്റെങ്കിൽ ഇവരെയൊക്കെ കൂട്ടി തോട് വൃത്തിയാക്കും. പുറത്തിറങ്ങലേ ഇല്ല. കെട്ടിയിടണൊക്കെ ഇതിനകത്തിരിക്കുക. ആജിക്കോട് ചോദിച്ചു നോക്കി, എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പോലും ഇവിടെ ആരും വരില്ല. കാലങ്ങളോളായിട്ടും ഇതേ പ്രശ്നം തന്നെ. ആ തെക്കനാരിൽ നിന്ന് വരുന്ന വെള്ളം മുഴുക്ക ഇവിടേക്കാണ് വരുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഒയിസ്ക ഇന്റർനാഷണൽ ജില്ലാ ചാപ്റ്ററും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും സംയുക്തമായി ഔഷധ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഒയിസ്ക ഇന്റർനാഷണൽ ജില്ലാ ചാപ്റ്ററും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും സംയുക്തമായി ഔഷധ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് പരിസര ശുചീകരണ പ്രവൃത്തിയും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒയിസ്ക ഇന്റർനാഷണൽ തിരൂർ ചാപ്റ്ററും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും ഒരുമിച്ച് ഔഷധ വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്കറിയാം, എല്ലാ വീടുകളിലും പൊതു ഇടങ്ങളിലും ഒരു വൃക്ഷത്തൈയെങ്കിലും നട്ട് ജനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഈ പരിസ്ഥിതി ദിനം എല്ലാ ആളുകളും ആചരിക്കണമെന്നാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ ചെയർമാൻ കൂടിയായ കെ റസാഖ് അവർകൾ ഇക്കാര്യത്തിൽ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒയിസ്ക ജില്ലാ ചാപ്റ്റർ പ്രസിഡന്റ് കെ അബ്ദുറസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. ഈ പരിപാടി ഈ കൊറോണ കാലഘട്ടത്തിൽ വിപുലമായി നടത്താൻ പറ്റിയിട്ടില്ല. എല്ലാ വർഷങ്ങളിലും നമ്മൾ വെട്ടത്ത് കനാലിൻ്റെ തീരത്ത് ഔഷധ വൃക്ഷങ്ങൾ നട്ടുകൊണ്ട് ചെടികൾ നട്ടുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ഒയിസ്ക കുടുംബാംഗങ്ങളോടും വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയുടെ കുടുംബാംഗങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വീടുകളിലും പല വൃക്ഷത്തൈയും അല്ലെങ്കിൽ ഔഷധ വൃക്ഷച്ചെടികളും നട്ടുകൊണ്ട് നമ്മളുടെ ഈ സംരംഭം വരും തലമുറയ്ക്കും ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മൾ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നമ്മളുടെ ഈ മെമ്പർമാരെയും ഈ പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ അംഗങ്ങളും അവരുടെ വീടുകളിൽ ഒരു ഔഷധ തൈ നട്ടുപിടിപ്പിച്ചു. ഒയിസ്ക ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സുഭാഷ്, വെട്ടത്തുനാട് സെക്രട്ടറി കെ.സി. അബ്ദുള്ള, സമിതി അംഗങ്ങളായ ഷമീർ കളത്തിങ്ങൽ, ഉള്ളാട്ടിൽ രവീന്ദ്രൻ, പ്രൊഫസർ ബാബു, നസീമ ഭാനു, എൻ ഖദീജ നർഗീസ്, മൂസക്കുട്ടി മാസ്റ്റർ, വിശ്വനാഥൻ, ഫവാസ് എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തിരൂർ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി തുമരക്കാവ് 7-ാം വാർഡിലെ ഹോമിയോ ഡിസ്പെൻസറിയും പരിസരവും ശുചീകരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് നഗരസഭാ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുമരക്കാവ് 7-ാം വാർഡിൽ ഹോമിയോ ഡിസ്പെൻസറിയും പരിസരവും ശുചീകരിച്ചത്. കൗൺസിലർ പ്രസന്ന പയ്യാപ്പന്ത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വാർഡിലെ പൊതുയിടങ്ങൾ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിൽ ഹോമിയോ ഡോക്ടർ താര അൽഫ, മുൻ വാർഡ് കൗൺസിലർ മുസ്തഫ നടിയിൽ, അരുൺ ചമ്ര, നാസർ കൊക്കോടി, രാജൻ പയ്യാപ്പന്ത, ആഷിദ് നടിയിൽ, ബദ്രു പാറയിൽ, കരീം അപ്പാട തുടങ്ങിയ നേതൃത്വം നൽകി. ഒരു ചെറിയ ഈ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയുമായിട്ടുള്ള ഈ പ്രവർത്തനം എല്ലാവരും ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ലോക പരിസ്ഥിതി ദിനം വിദ്യാലയങ്ങളിൽ വിവിധ ഓൺലൈൻ പരിപാടികളോടെ ആചരിച്ചു. മണ്ണിലിറങ്ങാം പച്ചവിരിക്കാം എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെല്ലാവരും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. കൂട്ടായി SHM UP സ്കൂളിലും പരിസ്ഥിതിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശൈല ഷെറിൻ സി. ഇന്ന് ജൂൺ 5. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നാണ് പരിസ്ഥിതി ദിനം. അതുകൊണ്ട് ഞാൻ ചെടി നട്ടു, ചിത്രങ്ങൾ വരച്ചു. പരിസ്ഥിതി ദിനത്തിൽ കൂട്ടായി SHM UP സ്കൂളിൽ ഓൺലൈനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ ഭാഷകളിലുള്ള പരിസ്ഥിതി ഗാനങ്ങൾ ആലപിച്ചും കവിതകൾ ചൊല്ലിയും പോസ്റ്റർ നിർമ്മാണം, കുറിപ്പെഴുത്ത്, ഇഷ്ടമരങ്ങളെ പരിചയപ്പെടുത്തൽ, വീട്ടിലെ മരത്തോടൊപ്പം ചേർന്നുള്ള ഫോട്ടോ പകർത്തൽ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലെ 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലുള്ള മുഴുവൻ കുട്ടികളും വീട്ടുപറമ്പിൽ മരത്തൈ നട്ടുകൊണ്ട് വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ക്ലാസ് അധ്യാപകർക്ക് പുറമെ
പ്രധാനാധ്യാപകൻ CK ജോൺ, PTA പ്രസിഡന്റ് CP മുജീബ് എന്നിവർ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. മനുഷ്യൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന പച്ചപ്പിനെയും താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയെയും ഓർമ്മിപ്പിക്കാനായി വീണ്ടും ഒരു പരിസ്ഥിതി ദിനം. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വീടുകളിൽ വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ നട്ട് പ്രതിജ്ഞയെടുത്തു. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അധ്യാപക PTA പ്രതിനിധികൾ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയ ശേഷം കുട്ടിയെ കൊണ്ട് തന്നെ വൃക്ഷത്തൈ നടിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം നമ്മുടെ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കുകയാണ്. തൈ നട്ടുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഈ വർഷം യുനെസ്കോയുടെ പ്രത്യേക ആശയം ഇതിനായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. റീഇമേജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ ടുഗദർ എന്ന ആശയത്തെ മുൻനിർത്തിയാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന ആഘോഷം നടക്കുന്നത്. പരിമിതമായ സൗകര്യത്തിൽ പാൻഡമിക്കിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വർഷം ഇത് ആചരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഈ ആചരണത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. പ്രതീകാത്മകമായി ഈ പരിപാടിയുടെ സന്ദേശം ഉൾക്കൊണ്ട് സ്കൂളിലെ മുഴുവൻ കുട്ടികളും അതേസമയം തന്നെ വീട്ടുപരിസരത്ത് തൈ നട്ട് സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിഷയമാക്കി കുട്ടികൾ ചെയ്ത ചിത്രങ്ങൾ ഓൺലൈനിൽ പങ്കുവച്ചു. പോസ്റ്ററുകളും തയ്യാറാക്കപ്പെട്ടിരുന്നു. കുട്ടികൾ ഒരുക്കിയ പരിസ്ഥിതി ഗാനങ്ങൾ, പ്രഭാഷണം, ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നവമാധ്യമങ്ങളിലൂടെ സമൂഹത്തിലെത്തിച്ചു. പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ, PTA പ്രസിഡന്റ് TP കൃഷ്ണൻകുട്ടി, അധ്യാപകരായ സോയ, സുരേഷ് കാട്ടിലങ്ങാടി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലോക പരിസ്ഥിതി ദിനത്തിൽ കർഷക മോർച്ച സംഘടിപ്പിച്ച ഫലവൃക്ഷത്തൈ നടലിന്റെ ജില്ലാതല ഉദ്ഘാടനം താനൂർ ശോഭാപറമ്പിൽ BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് നെല്ലിമരത്തൈ നട്ട് നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ കർഷക മോർച്ച സംഘടിപ്പിച്ച ഫലവൃക്ഷത്തൈ നടലിന്റെ ജില്ലാതല ഉദ്ഘാടനം താനൂർ ശോഭാപറമ്പിൽ BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് നെല്ലിമരത്തൈ നട്ട് നിർവഹിച്ചു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ പങ്കാളികളാവുകയാണ്. മാവ്, പ്ലാവ്, നെല്ലി തുടങ്ങിയ പല വൃക്ഷത്തൈകളും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് വൃക്ഷത്തൈകളുമെല്ലാം മഹാഗണി, തേക്ക് ഉൾപ്പെടെയുള്ളതും വെച്ച് പിടിപ്പിക്കുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മളെല്ലാവരും പുതിയ തലമുറയ്ക്ക് തലമുറ കൈമാറിക്കൊണ്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ജില്ലാതല ഉദ്ഘാടനമാണ് താനൂരിൽ ഈ ശോഭാപറമ്പ് ക്ഷേത്ര പരിസരത്ത് നടന്ന ഈ ലളിതമായ ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി K സച്ചിദാനന്ദൻ, ജില്ലാ ട്രഷറർ കുന്നത്ത് ചന്ദ്രൻ, താനൂർ മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കുന്നത്ത, BJP ജില്ലാ കമ്മിറ്റി അംഗം T ഹരിദാസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KK പുരുഷോത്തമൻ, കേപുരം ഷാജി, K പുഷ്പരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ISM പരിസ്ഥിതി വിഭാഗമായ ബ്രദർ നാറ്റിന്റെ കാർഷിക ക്യാമ്പയിൻ മണ്ണിളക്കാം വിളവെടുക്കാം ഭാഗമായി ഷബാബ് സെന്റർ താനാളൂർ പരിസ്ഥിതി ദിനത്തിൽ താനാളൂർ ചുങ്കം തറയിൽ റോഡ് ശുചീകരിച്ചു. മണ്ണിളക്കാം വിളവെടുക്കാം എന്ന പ്രമേയമുയർത്തിയാണ് ഷബാബ് സെന്റർ താനാളൂർ പരിസ്ഥിതി ദിനത്തിൽ താനാളൂർ ചുങ്കം തറയിൽ റോഡ് ശുചീകരിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഷബാബ് സെന്റർ ചാപ്റ്റർ ട്രഷറർ സലീം തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഷബാബ് സെന്റർ കൺവീനർ VP അബ്ദുറഹ്മാൻ, NP നാസർ, അബ്ദുസമദ്, P ഷമീം, ദാവൂദ്, നൌഫൽ, ഷിബിലി, റഷീഖ്, മൻഹൽ, അനീബ്, അജീബ് അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മളെല്ലാ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഷബാബ് സെൻറ്ററിൻ്റെ കീഴിൽ ഈ എല്ലാ വർഷവും റോഡ്, അതുപോലെ തന്നെ ഇവിടെ ഡിസ്പെൻസറി കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും നമ്മൾ ക്ലീനാക്കാറുണ്ട്. നമ്മൾ സജീവമായിട്ടുള്ള പ്രവർത്തനം അവിടെ കൂടെ ഉണ്ട്. ഇന്ന് ഈ പ്രാവശ്യം താനാളൂർ ചുങ്കം മുതൽ തറയിലെ സ്കൂൾ വരെയുള്ള റോഡ് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിന് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇതിനുകൂടെ സഹകരിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർക്ക് ആദ്യമായി നന്ദിയും കടപ്പാടും അറിയിക്കാം. ഷബാബ് സെൻറ്ററിൻ്റെ കീഴിലാണ് ഈ പരിപാടി നടന്നത്.
ആശുപത്രി മാലിന്യം തള്ളിയ പ്രദേശത്തെ വീടും പരിസരവും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ അണുമുക്തമാക്കി. നന്നമ്പ്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അണുനശീകരണ പ്രവർത്തനം നടത്തിയത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് നെടുമത്തൂർ നോർത്ത് മേഖല യൂത്ത് ബ്രിഗേഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും യുവജന സംഘടനകൾ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും നാളെയും കേരളത്തിൻ്റെ തെരുവോരങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മഞ്ഞളമ്പടിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. മഴ ഈ പ്രവർത്തനത്തിന് തടസ്സമായി വന്നെങ്കിലും പല പ്രദേശങ്ങളിലും ഇന്ന് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രോഗത്തിൻ്റെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇനി പുതിയൊരു രോഗം കൂടി കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനെ തടയണമെങ്കിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും തെരുവോരങ്ങളിലും വീടുകളിലും ഒക്കെ നല്ല രീതിയിലേക്ക് രോഗപ്രതിരോധ പ്രവർത്തനവും ശുചീകരണ പ്രവർത്തനവും അനിവാര്യമാണ്. യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളായ ജാഫർ, ബബീഷ്, സബിത്, ബാദുഷ, രഞ്ജിത്ത്, ഷർജിൻ, നവാസ്, അപ്പുട്ടൻ, ജലീൽ തച്ചാട് തുടങ്ങിയവർ പങ്കെടുത്തു. താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കോവിഡ് ആശുപത്രിയായ താനൂർ മൂലക്കലിലെ ദയ ആശുപത്രിയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ച് വാരണാക്കര ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്ററിന്റെ മാതൃകാ പ്രവർത്തനം. വാരണാക്കര ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്ററിന്റെ പ്രവർത്തകരാണ് താനൂർ മൂലക്കലിലെ കോവിഡ് ആശുപത്രിയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും അടക്കം 200-ൽ പരം ആളുകൾക്ക് ദിവസേന സൗജന്യമായി ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അഷ്റഫിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഗ്രീൻ ചാനൽ പ്രവർത്തകർ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. 2005 മുതൽ വാരണാക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്റർ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാർഷിക ആരോഗ്യ രംഗത്ത് ഇതിനോടകം തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ഗ്രീൻ ചാനൽ ചെയർമാൻ TP അബ്ദുൽ കരീമിൽ നിന്നും ബ്ലോക്ക് പ്രസിഡന്റ് K സൽമത്ത് ഭക്ഷ്യസാധനങ്ങൾ ഏറ്റുവാങ്ങി. വളവന്നൂരിലെ തന്നെ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഒട്ടു സമയങ്ങളിൽ ഗ്രീൻ ചാനലിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കവളപ്പാറയിൽ വീടുണ്ടാക്കി കൊടുത്തു, പരിസര പ്രദേശങ്ങളിൽ വീടുണ്ടാക്കി കൊടുത്തു. ഒത്തു നിൽക്കുമ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട കരീം സാഹിബിനോട് ഈ വിഷയം സൂചിപ്പിക്കുമ്പോൾ അവരന്ന് 1 ലക്ഷം രൂപയുടെ മറ്റൊരു പദ്ധതിയുടെ കളക്ഷൻ എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ കൂടി ഞങ്ങൾ ഇങ്ങനെ കളക്ഷൻ എടുത്തതാണ് എങ്കിൽ കൂടി ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രിയപ്പെട്ട കരീംക്ക പറയാം. പിന്നെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം എന്താണ് സാധനം വേണ്ടത്, എന്താണ് സാധനം വേണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ 10 ചാക്ക് അരി, അതേപോലെ ബിരിയാണിയുടെ അരി, റവ, മൈദ, പഞ്ചസാര, ചായപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, ദയ ഹോസ്പിറ്റൽ ഉടമ കുഞ്ഞിദു ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇക്ബാൽ എന്ന മാനുപ്പ, ഗ്രീൻ ചാനൽ UAE പ്രസിഡന്റ് CV ഷമീർ, കോർഡിനേറ്റർ നാസർ ഇടയത്ത്, മുബഷീർ കാടവഞ്ചേരി എന്നിവരും സന്നിധരായിരുന്നു. താനൂർ കാട്ടിലങ്ങാടി 20-ാം ഡിവിഷനിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡ് കൗൺസിലർ രാധിക ശശികുമാർ നിർവഹിച്ചു. താനൂർ കാട്ടിലങ്ങാടി 20-ാം ഡിവിഷനിലാണ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തത്. വാർഡ് കൗൺസിലർ രാധിക ശശികുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുവജന പങ്കാളിത്തത്തോടെയാണ് കിറ്റ് വിതരണം നടത്തിയത്. 20, 19, 18 ഡിവിഷനുകളിലും വിതരണം ചെയ്തു. 350ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. C മൊയ്തു, C വിനീഷ്, VP ശശികുമാർ, P രവി, VP റിജു, E അജയ്ലാൽ, VP അശ്വിൻ, സുമിത്, അക്ഷയ്, പ്രജിത്, പ്രിയേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. താനൂർ റോട്ടറി ക്ലബ്ബ് നഗരസഭയിലേക്ക് പൾസ് ഓക്സിമീറ്ററുകൾ കൈമാറി. ഭാരവാഹികളിൽ നിന്ന് നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ ഏറ്റുവാങ്ങി. കോവിഡ് രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് വീടുകളിൽ കോവിഡ് ബാധിച്ചു കഴിയുന്ന രോഗികൾക്ക് നൽകുന്നതിനായി റോട്ടറി ക്ലബ്ബ് പൾസ് ഓക്സിമീറ്ററുകൾ നൽകിയത്. താനൂർ നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്നും പൾസ് ഓക്സിമീറ്ററുകൾ ഏറ്റുവാങ്ങി. പ്രസിഡന്റ് ഗുൽസാർ, സെക്രട്ടറി സുരേഷ്, ഡോക്ടർ അനൂപ്, പ്രിൻസ്, പ്രദീപ്, ലാമി റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ ചമരോട്ടം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി ദിനത്തിൽ ചമരോട്ടം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ വീടുകളിൽ വൃക്ഷത്തൈകൾ നട്ടു. 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ നഹദിയ KP, മുഹമ്മദ് സിനാൻ KP എന്നിവരാണ് പ്ലാവ്, നെല്ലി തുടങ്ങിയ വൃക്ഷത്തൈകൾ വീട്ടുവളപ്പിൽ നട്ടത്. കൂടാതെ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ, പോസ്റ്ററുകൾ എന്നിവയും തയ്യാറാക്കി. മഹാമാരിയുടെ പ്രയാസങ്ങളിൽ വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുമ്പോഴും നാടെമ്പാടുമുള്ള വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും നടത്തുന്ന പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യന്റെ മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന മഹത്തായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നെടുമത്തൂർ നോർത്ത് മേഖല യൂത്ത് ബ്രിഗേഡ് ശുചീകരണം നടത്തി.
മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് നെടുമത്തൂർ നോർത്ത് മേഖല യൂത്ത് ബ്രിഗേഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നെടുമത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും യുവജന സംഘടനകൾ, മതസംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും നാളെയും കേരളത്തിൻ്റെ തെരുവോരങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ മഞ്ഞളമ്പടിയിൽ DYFIയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനത്തിൽ തുടക്കമിട്ടിട്ടുള്ളത്. മഴ ഈ പ്രവർത്തനത്തിന് തടസ്സമായി വന്നെങ്കിലും പല പ്രദേശങ്ങളിലും ഇന്ന് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രോഗത്തിൻ്റെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇനി പുതിയൊരു രോഗം കൂടി കടന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനെ തടയണമെങ്കിൽ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും തെരുവോരങ്ങളിലും വീടുകളിലും ഒക്കെ നല്ല രീതിയിലേക്ക് രോഗപ്രതിരോധ പ്രവർത്തനവും ശുചീകരണ പ്രവർത്തനവും അനിവാര്യമാണ്. യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളായ ജാഫർ, ബബീഷ്, സബിത്, ബാദുഷ, രഞ്ജിത്ത്, ഷർജിൻ, നവാസ്, അപ്പുട്ടൻ, ജലീൽ തച്ചാട് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുള്ള മുഴുവൻ ഉപജില്ലകളിലെയും ഹൈസ്കൂളുകളിൽ KSTU കുഞ്ഞു ഫലവൃക്ഷത്തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി തിരൂരിൽ പറവണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KSTU സംസ്ഥാന സെക്രട്ടറി VA ഗഫൂർ മാസ്റ്റർ മാവിൻ തൈ നട്ടുകൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഫലവൃക്ഷ തൈകൾ നട്ടും നാടും നഗരവും സംരക്ഷിക്കണമെന്ന KSTUവിന്റെ മുദ്രാവാക്യം സംസ്ഥാനമാകെ പ്രാവർത്തികമാക്കുകയാണ് ലക്ഷ്യം. KSTU ജില്ലാ സെക്രട്ടറി CT ജമാലുദ്ദീൻ, അധ്യാപകരായ ഷബീർ അലി പറവണ്ണ, റഫീഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറിയമഠം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ചെറിയമഠം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി NK മുഹമ്മദ് കുട്ടിക്ക് പച്ചക്കറി കിറ്റ് നൽകി നിർവഹിച്ചു. ചെറിയമഠം പഞ്ചായത്ത് 15-ാം വാർഡിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി കപ്പ ചാലഞ്ചിന്റെ ഭാഗമായി കപ്പ കിറ്റും പച്ചക്കറി കിറ്റും നൽകിയത്. 2 ദിവസങ്ങളായി 1500 പരം കിറ്റുകളാണ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം ചെറിയമഠം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി NK മുഹമ്മദ് കുട്ടിക്ക് നൽകി നിർവഹിച്ചു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ചെറിയമഠം പഞ്ചായത്ത് 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇന്നലെ ഇതിൻ്റെ ഭാഗമായി വാർഡിൽ എല്ലാ വീടുകളിലേക്കും കപ്പ ചാലഞ്ചിൻ്റെ ഭാഗമായി കപ്പ വിതരണം നടത്തിയിരുന്നു. ഇന്ന് എല്ലാ വീടുകളിലേക്കും പച്ചക്കറി കിറ്റ് വിതരണമാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന 15-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെയും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെയും ഇവിടെയുള്ള ഇതുമായി സഹകരിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജയിൻ. ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് തൊഴിൽ രഹിതരായ ആളുകൾ വളരെ സാധാരണക്കാരായ വീടുകളിൽ കഷ്ടപ്പാടുകൾ പേറി കഴിയുകയാണ്. ഈ സമയത്ത് ചെറിയമഠം പഞ്ചായത്ത് 15-ാം വാർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി 15-ാം വാർഡിൻ്റെയും വിവിധ പ്രദേശങ്ങളിലെ വളരെ നിരാലംബരും നിസ്സഹായരും തൊഴിലിന് പോകാൻ പോലും കഴിയാത്ത വളരെ സാമ്പത്തിക പ്രയാസമുള്ള വീടുകൾ കണ്ടെത്തി അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാനെന്ന പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കോവിഡ് മഹാമാരി കാലത്ത് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തൊഴിലുണ്ടായിട്ടും തൊഴിലിന് പോകാൻ സാധിക്കുന്നില്ല. പോകുന്ന സ്ഥലത്തേന് അസംസ്കൃത പദാർത്ഥങ്ങളുടെ അഭാവം മൂലം തൊഴിൽ യഥാസമയത്ത് എടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ദൈനംദിന ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 15-ാം വാർഡ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അമ്മേങ്കര മുഹമ്മദ് അലി എന്ന കുഞ്ഞിബാവ, C ഫസൽ റഹ്മാൻ, NV ഗഫൂർ, NV ആഷിഖ്, റഷീദ്, മുജീബ്, ഷമീം പുലാട്ട, അൻവർ, ഹൈദ്രോസ്, ബിലാൻകുട്ടി, സഹീർ, റാഫി തുടങ്ങിയവർ പങ്കെടുത്തു. വാക്സിൻ ചാലഞ്ചിലേക്ക് 15,001 രൂപ നൽകി കോട്ടക്കൽ സൈക്ലിംഗ് ക്ലബ്ബ്. പരിസ്ഥിതി ദിനത്തിൽ കായിക മന്ത്രി V അബ്ദുറഹ്മാന് തുക കൈമാറി. കോട്ടക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള 200ഓളം സൈക്ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന മികച്ച കൂട്ടായ്മയാണ് കോട്ടക്കൽ സൈക്ലിംഗ് ക്ലബ്ബ്. കാലാകാലങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി തീരുമാനങ്ങൾ ക്ലബ്ബ് കൈക്കൊള്ളാറുണ്ട്. അതിലൊന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പണം നൽകുക എന്നത്. ഇതിന്റെ ഭാഗമായാണ് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വാക്സിൻ ചലഞ്ചിലേക്ക് 15,001 രൂപ സംഭാവന ചെയ്തത്. കായിക മന്ത്രി V അബ്ദുറഹ്മാന് പണം കൈമാറി. ക്ലബ്ബ് ഭാരവാഹികളായ ഷഫീഖ്, ജസീൽ, ഷാജി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. പ്രദേശത്തെ മറ്റു ക്ലബ്ബുകൾ
ക്ലബ്ബുകൾക്കും സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾക്കും പ്രചോദനമാകുന്ന മാതൃകാ പ്രവർത്തനങ്ങളാണ് കോട്ടക്കൽ സൈക്ലിംഗ് ക്ലബ്ബ് നടത്തുന്നത്. വിദ്യാർത്ഥികളും പ്രൊഫഷണലുകളും അടങ്ങുന്ന 200ഓളം സൈക്ലിസ്റ്റുകളുടെ മികച്ച കൂട്ടായ്മയാണ് കോട്ടക്കൽ സൈക്ലിംഗ് ക്ലബ്ബ്. ആരോഗ്യകരമായ ജീവിതശൈലി രൂപീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും അംഗങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന കൂട്ടായ്മയാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാക്കളെ കരിയർമാരാക്കി വിദേശത്തേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘം സജീവം. പണവും ടിക്കറ്റും വിസിറ്റിംഗ് വിസയും നൽകി യുവാക്കളെ വിദേശത്തേക്ക് അയക്കുന്നു. ഇതുവഴി സംഘം നടത്തുന്നത് ലക്ഷങ്ങളുടെ ലഹരിക്കടത്ത്. 60,000 രൂപ വരെ പാരിതോഷികം നൽകുന്ന സംഘത്തിന്റെ വലയിൽ നിരവധി യുവാക്കൾ. മയക്കുമരുന്ന് വിൽപ്പനാ സംഘത്തിലെ ഒരാൾ കൂടി താനൂരിൽ പിടിയിലായി. അബ്ദുറബ്ബ് വികസന നേട്ടമായി കുട്ടിഘോഷിച്ച കൽപ്പുഴ നവീകരണത്തിൽ വ്യാപക അഴിമതിയെന്ന് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും അധികൃതർ ചെറുവിരൽ പോലും അനക്കിയില്ലെന്നും നാട്ടുകാർ. ഉന്നത രാഷ്ട്രീയ ഇടപെടലുണ്ടായെന്നും ആക്ഷേപം. താനൂർ ഹാർബറിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾക്കായി 6.5 കോടി രൂപ അനുവദിച്ചു. പദ്ധതിയുടെ രൂപരേഖ തയ്യാറായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ. ലാൻഡ് ഡെവലപ്മെന്റ്, പാർക്കിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ടോയ്ലറ്റ് കോംപ്ലക്സ്, ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കം വിപുലമായ പദ്ധതി. സംസ്ഥാനത്ത് 17,328 പുതിയ കോവിഡ് രോഗികൾ. 24 മണിക്കൂറിനിടെ 1,16,354 സാമ്പിളുകൾ പരിശോധിച്ചു. DPR 14.89%. 209 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 24,000 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. 1,980 പേർക്ക് രോഗബാധ. DPR 16.73%. 4,951 പേർക്ക് രോഗമുക്തി. പ്രകൃതിയെ മാനിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുമായി ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിന സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉറപ്പിക്കുന്നതിനാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.